കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം, നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിൻ്റെ മുൻപിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിൻ്റെ നേരെ വരും, 7 വഴിയായി നിൻ്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകും എന്ന് കാണുന്നു. പ്രിയ നിയമക്കളെ, പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് പല പോരാട്ടങ്ങൾ മനുഷ്യനെ കൊണ്ട് നമുക്ക് നേരിടാറുണ്ട്, പൈശാചികനെ കൊണ്ട് നേരിടാറുണ്ട്. പക്ഷേ അപ്പോസ്തലൻ പൗലോസ് പറയുമ്പോൾ പറയാണ്, നമുക്ക് പോരാട്ടങ്ങളുള്ളത് ജഡരക്തങ്ങളോടോ മാംസരക്തങ്ങളോടോ ഒന്നും അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ആണ് എന്ന്. നമുക്കൊരു പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത് ശത്രു അല്ലെങ്കിൽ പൈശാചികൻ നേരെ വരത്തില്ല. നാം ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തികൾ കൂടെ അല്ലെങ്കിൽ നാം സ്നേഹിക്കുന്ന വ്യക്തികൾ കൂടെ നമുക്ക് പോരാട്ടങ്ങൾ വരാറുണ്ട്. പക്ഷേ ഇവിടെ നാം അതിൽ മാംസജഡ രക്തങ്ങളോട് എതിർത്ത് നിൽക്കുകയാണെങ്കിൽ അവരെ ജയിക്കുന്നത് വളരെ കഷ്ടമാണ്. പക്ഷേ പ്രാർത്ഥനയിൽ കൂടെ ദൈവകൃപയിൽ കൂടെ നാം നിന്നുകൊണ്ട് നിൽക്കുമ്പോൾ അവർ ഒരു വഴിയായി കടന്നു വരുന്നവരെ 7 വഴിയായിട്ട് കർത്താവ് ഓട്ടിക്കുമെന്ന് ദൈവവചനം പറയുന്നു. പ്രിയ ദൈവ പൈതലേ, ഇന്ന് പല രീതികളിൽ നിങ്ങൾ എതിർപ്പുകൾ മനുഷ്യരിൽ നിന്ന് നിങ്ങൾ സമ്പാദിക്കുന്നതായിരിക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കുവാൻ ഒട്ടും സമ്മതിക്കാതെ നിങ്ങളുടെ കുടുംബത്തെ ആകെ തകർത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ കാണും. പക്ഷെ അവരൊക്കെ ഒരു ദിവസം നിങ്ങളെ മുമ്പിൽ നിന്ന് മാറിപ്പോകും എന്ന് ദൈവവചനം പറയുമ്പോൾ നിങ്ങൾക്കിരിക്കുന്ന പോരാട്ടങ്ങളെ കൊണ്ടോ വേദനമായ കാര്യങ്ങളെ കൊണ്ടോ നിങ്ങൾ വിഷമപ്പെടാതെ കർത്താവിൻ്റെ മുമ്പിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇരിക്കുമ്പോൾ നിർബന്ധമായിട്ടും കർത്താവ് അതിൽ നിന്നൊക്കെ നിങ്ങളെ വിടുവിക്കും എന്ന് വചനം പറയുമ്പോൾ ഈ വചനത്തിൽ വിശ്വസിച്ച് കൊണ്ട് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പോരാട്ടങ്ങളും കർത്താവേ അപ്പം നിങ്ങൾ അങ്ങ് അറിയുന്നു. കർത്താവേ, മുമ്പോട്ട് പോകുവാൻ കർത്താവ് ഒരു നിവൃത്തിയുമില്ലാതിരിക്കുന്ന ഈ കുടുംബത്തെ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. ഇവരോട് ഇന്ന് എതിർത്ത് നിൽക്കുന്നവർ, ശത്രുത കാണിക്കുന്നവർ, ഇവരോട് കർത്താവ് സ്നേഹിപ്പാനും ഇവരോട് ഒത്തൊരുമിച്ച് പോകുവാനും ഇവർക്ക് ദോഷം ചെയ്യാതെ നന്മ ചെയ്യുവാനും ഇവർ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഇപ്പോഴിരിക്കുന്ന കഷ്ടതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.